ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകളാണിനി. ഇന്ത്യൻ കാർ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ വർഷം തന്നെ 2 പുത്തൻ SUVകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ. BC14i എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്റേണൽ കമ്പൽഷൻ മോഡലും HE1i എന്ന പുത്തൻ ഇലക്ട്രിക് SUVയുമാണ് ഹ്യുണ്ടായി ഒരുക്കുന്നത്. മാരുതി സുസുക്കി വിക്ടോറിയസിന്റെയും ടാറ്റ മോട്ടോഴ്സ് നെക്സോൺ EVയുടെയും എതിരാളികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. BC4i എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്റേണൽ കമ്പൽഷൻ മോഡലും HE1i എന്ന പുത്തൻ ഇലക്ട്രിക് SUVയുമാണ് ഹ്യുണ്ടായി ഒരുക്കുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്ന 20ലേറെ പുത്തൻ മോഡലുകളുടെ തുടക്കമായിരിക്കും ഈ SUVകൾ. ഹ്യുണ്ടായുടെ ജനപ്രിയ മോഡലായ i20യുടെ പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് BC4i ക്രോസ് ഓവർ SUV നിർമ്മിക്കുന്നത്. 4.18 മീറ്റർ നീളമുള്ള ഈ വാഹനം മാരുതി ഫ്രോങ്കസിനേക്കാൾ വിക്ടോറിയസിനായിരിക്കും പ്രധാനമായും വെല്ലുവിളിയാവുക. ഹ്യുണ്ടായുടെ ക്രേറ്റയ്ക്കും വെന്യൂവിനും ഇടയിലുള്ള മോഡലായിരിക്കും ഇത്. പെർഫോമൻസിനേക്കാൾ ഇന്ധനക്ഷമതയ്ക്കും കുറഞ്ഞ പ്രവർത്തന ചെലവിനും മുൻഗണന നൽകുന്ന മോഡലായിരിക്കും ഇത്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനൊപ്പം ഹ്യുണ്ടായുടെ പുതിയ ഡ്യുവൽ സിലിണ്ടർ CNG സാങ്കേതികവിദ്യയും ഈ SUVയിൽ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ മോഡലായ HE1i ഇലക്ട്രിക് SUV ആയിരിക്കും. ടാറ്റ നെക്സോൺ EV, പഞ്ച് EV എന്നിവ നേരിടാനാണ് ഈ ഹ്യുണ്ടായി മോഡലിന്റെ വരവ്. 4 മീറ്റർ താഴെ മാത്രം നീളമുള്ള വാഹനമായിരിക്കും ഇത്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഹ്യുണ്ടായി EV ആയിരിക്കും HE1i എന്ന് കരുതുന്നു. നേരത്തെ ഹ്യുണ്ടായി കോന EV പോലുള്ള മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സാഹചര്യങ്ങളെ പരിപൂർണമായി കണക്കിലെടുത്തുള്ള മോഡലാവും HE1i. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോണുകൾക്കായുള്ള ചിപ്പുകൾ നിർമ്മിക്കാൻ ആപ്പിൾ കമ്പനി ഇന്റലിനെ സമീപിച്ചതായി റിപ്പോർട്ട്. AI ആവശ്യകതകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ആവശ്യമുള്ളത്ര ചിപ്പുകൾ നൽകാൻ TSMCക്ക് കഴിയാതെ വരുന്നതാണ് ഇന്റലിനെ ദൗത്യമേൽപ്പിക്കാൻ ആപ്പിളിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് സൂചന. ഇന്റലിന്റെ ചിപ്പുകൾ ഐഫോണുകളിൽ ഉപയോഗിക്കാൻ ആപ്പിൾ ഇന്റലുമായി സജീവ ചർച്ചകളിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. TSMCയാണ് ആപ്പിളിന്റെ പ്രധാന ചിപ്പ് നിർമ്മാണ പങ്കാളി. AI തരംഗത്തെ തുടർന്ന് ആവശ്യത്തിന് ചിപ്പുകൾ നിർമ്മിച്ചു നൽകാനുള്ള വലിയ വെല്ലുവിളി TSMC ഇപ്പോൾ തന്നെ നേരിടുന്നുണ്ട്. ഈ സപ്ലൈ ചെയിനിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കുക ലക്ഷ്യമിട്ടാണ് ആപ്പിൾ ഇന്റലുമായി ചർച്ചകൾ ആരംഭിച്ചത്. മാക്ബുക്കുകളിലെ ചിപ്പുകൾക്കായി ഇന്റലുമായി മുൻപ് സഹകരിച്ച ചരിത്രമുണ്ട് ആപ്പിളിന്. മാക്ബുക്ക് എയറിനുള്ള M1 ചിപ്പുകളുടെ അവതരണത്തോടെ ഇന്റലുമായുള്ള സഹകരണം 2020 ആപ്പിൾ അവസാനിപ്പിക്കുകയായിരുന്നു. പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ ആപ്പിളിൽ നിന്ന് ഭീമമായ ഓർഡർ ഇന്റലിന് ലഭിക്കും. ഒരു കാലത്ത് ചിപ്പ് നിർമ്മാണ രംഗത്തെ അധികായറായിരുന്നെങ്കിലും ഇന്റൽ പിന്നീട് എതിരാളികൾക്ക് മുന്നിൽ തളരുകയായിരുന്നു. ആപ്പിളുമായി പുത്തൻ കരാറിൽ ഏർപ്പെടുന്നതോടെ ഇന്റലിന് ചിപ്പ് നിർമ്മാണ രംഗത്തെ മേൽക്കോയ്മ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.